അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. റഷ്യയെ കടലാസ് കടുവ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ ഈ നിലപാട് മാറ്റത്തിൽ ശക്തമായ പ്രതികരണവും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ റഷ്യ കടലാസ് കടുവയാണെങ്കിൽ എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുന്നില്ലെന്ന ചോദ്യം മറുവശത്ത് ശക്തമാണ്. പിന്നെ എന്താണ് ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ? ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാട് രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മുൻപ് വളരെ സൗഹൃദപരമായ സമീപനം പുലർത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ യുക്രൈന് അനുകൂലമായി നിലപാട് മാറ്റിയത് പലരെയും അത്ഭുതപ്പെടുത്തി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടെ യുക്രൈൻ ഈ പോരാട്ടത്തിൽ വിജയിക്കുമെന്നും 2022 മുൻപുള്ള അതിർത്തികൾ തിരികെ പിടിക്കുമെന്നും ട്രംപ് പറയുന്നു. ട്രംപിന്റെ ഈ മാറ്റം യുക്രൈൻ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായും കണക്കാക്കാം. അതേസമയം ഇത് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം രക്തപങ്കിലമായി തുടരുന്നതിനിടയിലും അമേരിക്ക തന്റേതായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇടപെടലുകൾ നടത്തുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാട് പലപ്പോഴും സമാധാനത്തിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനു പകരം രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താനുള്ള വിദേശ നയത്തിലെ ഇരട്ടത്താപ്പുകളിലേക്കാണ് വഴിമാറുന്നത്. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളും യുക്രൈന്റെ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്പോൺസേഴ്സും കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ പരാജയപ്പെടുന്നില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സമാന്തര യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ UN സുരക്ഷാ കൗൺസിലിനെ പ്രേരിപ്പിക്കുന്നുവെന്നാണ് റഷ്യയുടെ ഐക്യരാഷ്ട്രസഭ ഡെപ്യൂട്ടി അംബാസിഡറായ ദിമിത്രി പോളിയാൻസ്കി ആരോപിച്ചത്. റഷ്യയെ വില്ലനായി ചിത്രീകരിച്ചുകൊണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം കാലാകാലം നീട്ടിക്കൊണ്ടുപോകാനാണ് അമേരിക്കയും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോളിയാൻസ്കിയുടെ ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടി യുക്രൈന് യുദ്ധം ചെയ്യാൻ ഫണ്ട് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ മുൻപ് തന്നെ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിച്ചേനെ. പുറത്തുവരുന്ന ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. റഷ്യയെ പൂർണ്ണമായി അപലപിക്കാൻ UN പൊതുസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നത് റഷ്യയെ സംബന്ധിച്ച് ഒരു നയതന്ത്ര വിജയമാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും വ്യാഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യയ്ക്ക് പറയാനുള്ളതുകൂടി ലോകരാജ്യങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. മാത്രമല്ല, ഓന്തിനെ പോലെ നിറം മാറുന്നത് തന്റെ പ്രകൃതമാണ് എന്ന് ഒരിക്കൽ കൂടി ട്രംപിന്റെ പ്രസ്താവനകൾ തെളിയിക്കുകയും ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ റഷ്യയ്ക്കെതിരായി യുക്രൈനും യൂറോപ്യൻ യൂണിയനും അവതരിപ്പിച്ച പ്രസ്താവനയ്ക്ക് ലഭിച്ച വലിയ തിരിച്ചടി ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. യുക്രൈനും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി അവതരിപ്പിച്ച റഷ്യൻ വിരുദ്ധ പ്രസ്താവനയ്ക്ക് 193 അംഗരാജ്യങ്ങളിൽ 36 രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ഇത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ കുറഞ്ഞ പിന്തുണ കേവലം ഒരു നയതന്ത്ര തിരിച്ചടി എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലെ ചില പ്രധാന പ്രവണതകളെയാണ് എടുത്തുകാണിക്കുന്നത്. പാശ്ചാത്യ സഖ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുടെ ഒരു വിടവാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ച ആദ്യ നാളുകളിൽ UN പൊതുസഭയിൽ റഷ്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾക്ക് 140-ലധികം രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ നിലവിലെ 36 രാജ്യങ്ങളുടെ പിന്തുണ പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലും
അമേരിക്ക, കാനഡ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ സഖ്യകക്ഷികളിലുമാണ് ഒതുങ്ങിയത്. ഇത് വ്യക്തമാക്കുന്നത് യുക്രൈനെ കരുവാക്കി റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങൾ സ്പോൺസർ ചെയ്ത സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നു തന്നെയാണ്. മാത്രമല്ല, സംഘർഷഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കാൻ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണെന്നും അവർ തിരിച്ചറിയുന്നു. യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദ തന്ത്രങ്ങളെയാണ് ഈ സംഭവ വികാസങ്ങൾ തുറന്നു കാട്ടുന്നത്. അനന്തമായി തുടരുന്ന സംഘർഷം കാലാകാലം നീട്ടിക്കൊണ്ടു പോകാനാണോ അമേരിക്കയും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിക്കുന്നത്? അലാസ്കയിൽ ഉയർന്നുവന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റത് എങ്ങനെയാണ്? ചോദ്യങ്ങൾ നിരവധിയാണ്.